കേരളത്തിൽ ഇന്ന് ഒരു അന്തരാളഘട്ടം ഭരണതലത്തിലും സാമൂഹിക തലത്തിലുമുണ്ട്. ഈ പിണറായി വിജയൻ ഗവൺമെൻറ് ഒന്ന് മാറിക്കിട്ടിയെങ്കിൽ എന്ന് സാമാന്യ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, പാർട്ടിക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ പാർട്ടിയിലെ ഇപ്പോൾ പ്രാദേശിക സമ്മേളനത്തിലും ഈ വികാരം ഉയർന്നു വരുന്നുണ്ട്. അത് പാർട്ടി നേതൃത്വത്തിനും ഭരണ നേതൃത്വത്തിനും ഒരു തലവേദനയുമാണ്. എന്നെങ്കിലും ഈ ഗവൺമെൻറ് ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്നാണ് അവർ ആശയോടെ നോക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. രാഷ്ട്രപതി ഭരണം കേരളത്തിൽ വരാൻ വല്ല സാധ്യതയുണ്ടോ? എന്നോട് ചില ഇടതുപക്ഷ നേതാക്കൾ പോലും നിങ്ങൾക്ക് അങ്ങനെ വല്ല സൂചനയും തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഭരണഘടനയുടെ അനുച്ഛേദം 356 ഉപയോഗിച്ചിട്ട് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് മോദി ഭരണകൂടം പിരിച്ചുവിടില്ല. കാരണം ജനാധിപത്യത്തിൽ 356 വേണം. അത് പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കാനല്ല. 356 ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ കേരളം നാളെ മുറിച്ച് വിൽക്കാം ഒരു ഗവൺമെൻറ് തീരുമാനിക്കുന്നു എന്ന് വെക്കുക, അപ്പം 356 ഉപയോഗിക്കേണ്ടി വരും. കാരണം അത് അങ്ങനെ ചെയ്യില്ലേ. VKൻ്റെ ഒരു സംഗതിയുണ്ട്, ജനറൽ ചാത്തൻസ് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതിൽ കൊച്ചി രാജ്യം ജനറൽ ചാത്തൻസ് രാഖി രാമാനം വിറ്റിട്ട് ബ്രിട്ടീഷുകാർക്ക് മറിച്ച് വിറ്റിട്ട് പുള്ളി വിദേശത്തേക്ക് കടക്കുന്നതായിട്ടാണ് പറയുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ സംഭവിക്കാവുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചാണ് VKN അത് പറയുന്നത്. അപ്പോൾ അത് കാരണം അത് സംഭവിക്കുന്ന അത്തരത്തിലുള്ള വളരെ പ്രകടമായ ചില ദേശവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുകയും ഭരണഘടനയ്ക്കും ദേശത്തിനും രാജ്യത്തിനും എതിരാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വേറെ വഴി ഒന്നുമില്ലെങ്കിൽ ഇത് ചെയ്യാം എന്നല്ലാതെ സാധാരണഗതിയിൽ ജനാധിപത്യപരമായി ജനങ്ങളുടെ വോട്ട് കിട്ടി അധികാരത്തിലേറുന്ന ഒരു സർക്കാരിന് അതിനവരെ പിരിച്ചു വിടണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ തന്നെ മാർഗങ്ങളുണ്ട്, അത് ചെയ്യാവുന്നതാണ്. പിന്നെ ക്ഷമ ജനാധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ 5 കൊല്ലം ഒരു ഗവൺമെൻറ്റിനെ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭരിക്കട്ടെ, കാത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ പോകണം, അത് പറയാം, നിങ്ങളുടെ ഭരണം ശരിയല്ലെന്ന് പറയാം, നിങ്ങളുടെ ഭരണം കുറേ കൂടി കാര്യക്ഷമമാക്കണമെന്ന് പറയാം. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ആശങ്ക വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ ആദ്യം പിരിച്ചുവിട്ടത് എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് 356. ഇതിനേക്കാൾ ചെറിയ നിസ്സാര കാരണം അതൊന്നും ഞാൻ പറയാം 356 ഉപയോഗിക്കാൻ ഒരു പര്യാപ്തമായ കാരണങ്ങളല്ല. അതിനെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദേവമാഷൊക്കെ എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് തർക്കിക്കുകയും ദേവമാഷ അതിനെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത്, MP ദേവൻ. പക്ഷേ ഞാനത് അങ്ങനെ കാണുന്ന ഒരാളല്ല. കാരണം ജനാധിപത്യമല്ലേ, ജനാധിപത്യത്തിൽ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് അല്ലേ. ആ ഗവൺമെൻറ്റിനെ വീണ്ടും നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കാമല്ലോ. നമ്മൾ തോൽട്ട് കഴിഞ്ഞാൽ ജനം ശരിയല്ല, നമ്മൾ ജയിക്കുമ്പോൾ മാത്രമാണ് ജനം ശരി എന്നൊരു കാഴ്ചപ്പാട് വരാൻ പാടില്ല. EMS അങ്ങനെ ഉണ്ടായിരുന്നു. EMS പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ജനങ്ങളുടെ തലയിലാണ് വെക്കുക. ജനങ്ങൾ ആ കാര്യം, പ്രശ്നം വേറെ ഒന്നുമില്ല, ജനങ്ങൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമായില്ല, അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തില്ല, തോറ്റു എന്നാണ് പറയുന്നത്. അതല്ല അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരാണത്. ഈ സർക്കാർ അവർക്ക് ആവശ്യത്തിന് അധികം ഭൂരിപക്ഷം കിട്ടി വന്നേക്കുന്ന ഒരു സർക്കാരാണ്. അവർ ഭരിക്കട്ടെ, അവരവരുടെ ടേം കംപ്ലീറ്റ് ചെയ്തു വരുമ്പോൾ അവരെല്ലാം ശരിയെന്ന് ജനത്തിന് തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങൾ എതിരെ വോട്ട് ചെയ്തോളും. ജനങ്ങൾ കേരളീയരൊഴികെ ഉള്ളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ദിരാഗാന്ധി അജയ്യയായിട്ട് നിൽക്കുകയും തോൽവിയെ ഉണ്ടാകില്ല എന്ന ധാരണയിൽ ഇരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ബഫൂണായിട്ടുള്ള രാജ്നാരായണൻ 56,000 വോട്ടിന് തോൽപ്പിച്ചു. 1-2 വോട്ടിനല്ല, 56,000 വോട്ടിന്. അപ്പോൾ ആ ജനത്തിന് നമ്മൾ അങ്ങനെയുണ്ട്, ജനത്തിന് നമ്മൾ അങ്ങനെ ചെറുതാക്കി കാണരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ പാർലമെൻറ്റിലും പുറത്തും ഈ ഗവൺമെൻറ്റിനെ ആക്രമിക്കാൻ ഭരണഘടനയെ ആയുധമാക്കുന്നുണ്ട്. ഈ ഭരണഘടനാ വകുപ്പ് പ്രയോഗിച്ച് ഏറ്റവും കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ഡിസംസ് ചെയ്യാൻ കൂട്ടുനിന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയാണ്. അത് മാത്രമല്ല,
ആ ഭരണഘടന പ്രകാരം അത് കേരളത്തിലെ ആദ്യത്തെ അല്ല നാടകം. ആ ഭരണഘടന പ്രകാരം നിർമ്മിച്ച നിയമം ഉപയോഗിച്ചിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതെ അതെ അതെ. എന്നുവെച്ചാൽ ദ ക്രീച്ചർ സ്പീക്സ് അഗൻസ്റ്റ് ദ ക്രിയേറ്റർ. കാരണം എല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനയുടെ സൃഷ്ടികളാണ്. എല്ലാ സ്ഥാപനങ്ങളും, കോടതി അടക്കം. അത് ലെജിസ്ലേച്ചർ ആയാലും എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും മീഡിയ ആയാലും എല്ലാം ഭരണഘടനയുടെ ഇതാണ്. ആ ഭരണഘടനയുടെ വകുപ്പുകൾ ഉപയോഗിച്ചിട്ട് ഭരണഘടന തന്നെ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് വസ്തുത. ഒന്നാലോചിച്ച് നോക്ക്. അത് വേറെ ആരും ചെയ്തിട്ടില്ല. അത് ചെയ്തതാണ് ഇന്ന്. പിന്നെ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അവരുടെ കൊച്ചുമോൻ അത് വായിക്കുന്നില്ലല്ലോ, വെറുതെ കൊണ്ടു നടക്കുന്നില്ലേ ഉള്ളു. അഥവാ വായിച്ച ആൾക്ക് മനസ്സിലാകുമെന്നും എനിക്ക് സംശയമുണ്ട്. അല്ല, രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭരണഘടനയിൽ നിന്ന് ഏകലവ്യനെയും പുരാണ കഥാപാത്രങ്ങളെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ആരോ അങ്ങ് ആ പാവത്തെ ആരോ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം അങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് PR ഗ്രൂപ്പ് എഴുതി കൊടുക്കുന്ന പ്രസംഗം വായിക്കുക എന്നൊരു നയം സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഈ ഗവൺമെൻറ് കേരളത്തിലാണ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ അവർക്ക് പോലും സംശയമില്ല. കാരണം സാമ്പത്തിക രംഗം താറുമാറാണ്. ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ ഈ വിമാനം ഹെലികോപ്റ്റർ സൈന്യത്തിൻ്റെ ഇത്തരം സേവനങ്ങൾ ആരുപയോഗിച്ച് കഴിഞ്ഞാലും അതിന് പണം കൊടുക്കണം, അതിൻ്റെ ഫീസ് കൊടുക്കണം എന്നുള്ളത് മോദി വന്നപ്പോൾ കൊണ്ടുവന്ന നിയമമല്ല. ഈ രാജ്യം ഉണ്ടായ കാലം തുടങ്ങിക്കൊണ്ട് നേവിയുടെ നിയമമാണ്. അല്ല, അത് പണ്ട് മുതലേ ഉള്ളൊരിതാണ്. ഇപ്പം നിങ്ങൾക്ക് അമ്പലത്തിലെ ഉത്സവത്തിന് നിങ്ങൾക്ക് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വേണം. എന്ത് ചെയ്യണം? അല്ല, അവിടെ പണം കെട്ടണം. ഞാൻ പറഞ്ഞാൽ അവർക്ക് കൈക്കൂലി കൊടുക്കുന്നത് കൂടാതെ അവിടെ പണം കെട്ടണം. പോലീസുകാരൻ്റെ എണ്ണം അനുസരിച്ച് ഫീസുണ്ട്. ആ ഫീസ് കെട്ടണം. അത് അർദ്ധ സൈനികരുടെ സേവനവും അവരുടെ ഫെസിലിറ്റീസും അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ അപ്പോൾ കൊടുക്കണ്ട. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് പൈസ കൊടുത്തേ പറ്റൂ. അതതിൻ്റെ നിയമമല്ലേ? ആ നിയമം ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ല. ഒന്ന്, ഞങ്ങൾ കാശ് വാങ്ങിക്കാൻ കണക്ക് കൊടുക്കില്ല. വേറൊന്ന്, കോടതി പോലും പറഞ്ഞില്ലേ നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? കണക്ക് കൊടുക്കില്ല. അപ്പോൾ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നതിൽ കാണുന്ന കെടുകാര്യസ്ഥത എന്നൊരു വാക്ക് ഇത്ര അർത്ഥവത്തായിട്ട് കാണാവുന്ന ഒരു രംഗം ഇതാണ്. 2, ലോ ആൻഡ് ഓർഡറിൽ കൈകാര്യം ചെയ്യുന്നതിലും വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. വലിയ വീഴ്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3, കേരളത്തിലെ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടാത്തൊരവസ്ഥ സംജാതമായിരിക്കുന്നു. എത്ര ആളുകൾ ഇന്ന് പോലും 4 പേര് ആക്സിഡൻറ്റ്. കാരണം ഇതൊക്കെ ഇവർ ഒന്ന് പറയുകയും വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഭരണഘടന അതീതമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, നിയമത്തിന് പുറത്തുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവർ തന്നെയാണ്. അല്ല, ഇതിൻ്റെ അർത്ഥം കേന്ദ്രത്തിന് ഇടപെടാവുന്ന എല്ലാ സാഹചര്യങ്ങളും എന്തിനാണ്? ജനാധിപത്യമാണ്. ജനങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചേക്കണം. 5 കൊല്ലം അവർ ഭരിക്കട്ടെ. അല്ല, അവർ ഭരിക്കട്ടെ, ജനം സഹിക്കട്ടെ. ജനം സഹിക്കണം. ജനത്തിന് അടുത്ത ജനാധിപത്യത്തിൽ ക്ഷേമം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിപ്ലവം പോലെ അവനെ ഉടനെ പോയി കൊല്ലാൻ പറ്റില്ല. നമുക്ക് ജനാധിപത്യത്തിൽ ഒരാളെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടേ പറ്റുള്ളൂ. നിയമപരമായിട്ട് ഒരാൾക്കെതിരെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഇന്ത്യയിലാണെങ്കിൽ ഒരു 70 കൊല്ലമൊക്കെ എടുത്താലേ ഒരു കേസിൽ വിധി വരുള്ളൂ. കാരണം അത്രയൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട, ഞാൻ ചോദിക്കട്ടെ, രാമജന്മഭൂമി എത്ര കൊല്ലം കിടന്നു? നേരത്തെ പറയായിരുന്നല്ലോ. പറയില്ല. പല കാരണങ്ങൾ കൊണ്ട് അവർ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നമുക്ക് ചോദിക്കാനുള്ള ഭരണഘടനാപരമായിട്ട് നമുക്ക് അവകാശവുമില്ല. കോടതിയുടെ ഇഷ്ടം, കോടതിയുടെ തീരുമാനം, കോടതിയുടെ കാര്യങ്ങളനുസരിച്ചിട്ട് പോകും. പിന്നെ ഇപ്പോഴാണെങ്കിൽ വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. ഈ ചീഫ് ജസ്റ്റിസുമാർക്ക് ചരിത്രത്തിൽ ചാടിക്കയറാനുള്ള പ്രവണത വളരെ വലുതാണ്. അപ്പോൾ അവരുടെ അവസാന കാലമാകുമ്പോൾ കുറേ ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ട് സോഷ്യലിസം നടപ്പാക്കാനുള്ള ശ്രമം കൂടി നടക്കുന്ന കാലമാണ്. പക്ഷേ എന്നാലും നമുക്ക് പരിഹാരം കോടതി വഴിയല്ലേ പറ്റുള്ളൂ. അതെ. അപ്പോൾ അതിന് കോടതി വഴി പരിഹരിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് അതിൻ്റെ സമയം എടുക്കും.
ജനാധിപത്യത്തിൽ ക്ഷമാശീലർക്കും കൂടി ഉള്ളതാണ് ജനാധിപത്യ സംവിധാനം. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ രംഗങ്ങളിലും ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും 356 വകുപ്പ് യോജിച്ച് ഈ ഗവൺമെൻറ്റിനെ പിരിച്ചു വിടുക എന്നൊരു സിദ്ധാന്തത്തോട് താത്വികമായി വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. കാരണം ജനങ്ങൾ ജനാധിപത്യത്തിൽ ജനവിധിയാണ്. ജനങ്ങൾ ഇവർ എത്ര കാലത്തേക്കാണ് തിരഞ്ഞെടുത്തേക്കണം? അതെ, 5 years. 5 years. Let them rule the state for 5 years. After that, we will get the opportunity to vote out them. Then we can do it. അതല്ലേ അതിൻ്റെ രീതി. അതല്ലാതെ ഈ ഭരണഘടനയും പൊക്കി പിടിച്ചിട്ട് ഞങ്ങളിനി ചെയ്യില്ല, എനിക്ക് പ്രധാനമന്ത്രിയാകാൻ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടെന്ന് കരുതി എന്തും കാണിക്കാൻ ഗവൺമെന്റിന് എത്രമാത്രം അധികാരമുണ്ട്? അധികാരത്തിനൊരു ലിമിറ്റില്ലേ? അല്ല, എന്തും കാണിക്കാനായിട്ടില്ല. ഭരണഘടന പറയുന്ന അധികാരങ്ങൾ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. എന്തും കാണിക്കാൻ പറ്റില്ല. ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്താണ്? നമ്മുടെ ഏത് സ്ഥാപനത്തിൻ്റെയും വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിന് റെഗുലേഷനുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോൾ ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ടേമിൻ്റെ അവസാന കാലത്താണ് വിവാദ വിഷയമായ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നത്. ആ സ്വർണ്ണക്കള്ളക്കടത്തിൽ വിദേശ ബന്ധം ഉണ്ടായിരുന്നു, ഡിപ്ലോമാറ്റിക് ചാനലിൻ്റെ ദുരുപയോഗം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. മുഖ്യമന്ത്രി ശിക്ഷിക്കുന്നതിന് സമാനമായ തരത്തിലേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോലും സ്വർണം എത്തപ്പെട്ടു. എന്താ ആക്ഷേപം ഉണ്ടായി? അതെ, ബിരിയാണി ചെമ്പിലെത്തി എന്ന് ആക്ഷേപമുണ്ടായി. സെക്രട്ടേറിയറ്റിൽ സംശയകരമായ സാഹചര്യത്തിൽ സ്ഫോടനം നടന്ന് റെക്കോർഡ്സ് നഷ്ടപ്പെട്ടു. ഈ തരം സാഹചര്യങ്ങളെ ഏത് തരത്തിലാണ് നോക്കിക്കാണുക? അല്ല, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മുഖ്യമന്ത്രി അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് നോക്ക്, നിയമപരമായിട്ടേ മുഖ്യമന്ത്രിക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ. തെളിയണ്ടേ? പിന്നെ അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾ അത് ഗൗരവത്തിലേ എടുത്തില്ല. ഇല്ല, അതിന് വേറൊരു സാഹചര്യമുണ്ട്. അല്ല, സാഹചര്യം എന്തായാലും ജനങ്ങൾ എടുത്തില്ല. പിന്നെ ഇവിടെ ഞാൻ തിരിച്ചൊരു ചോദ്യം സുജാനോട് ചോദിക്കട്ടെ. ലൈംഗിക ആരോപണം നേരിടുന്നതിൻ്റെ പേരിൽ കേരളത്തിൽ ഒരാളെ മാത്രമേ ജനങ്ങൾ തോൽപ്പിച്ചിട്ടുള്ളൂ. അത് കുഞ്ഞാലിക്കുട്ടിയാണ്. വേറെ ആരെയും തോൽപ്പിച്ചിട്ടില്ല. കുറ്റിപ്പുറം സീറ്റിൽ അതെ, വേറെ ആരെയും തോൽപ്പിച്ചിട്ടില്ല. ശശി തരൂരിനെ തോൽപ്പിച്ചിട്ടുണ്ടോ? സരിത കേസിൽ ഉൾപ്പെട്ട ആരെങ്കിലും തോൽപ്പിച്ചിട്ടുണ്ടോ? അതിനുശേഷം വന്നിട്ടുള്ള ഇപ്പോൾ ഭാര്യയെ മതിലിൽ ചാരി നിർത്തി നാഭിക്ക് തൊഴിച്ചവരെ തോൽപ്പിച്ചിട്ടുണ്ടോ? ഒരു ഭാര്യ ജീവിച്ചിരിക്കുക വേറൊരു ഭാര്യയുമായിട്ട് കഴിയുക, അത് ചോദ്യം ചെയ്തവളെ തല്ലിയതിൻ്റെ പേരിൽ ആരെങ്കിലും തോൽപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പുറത്തറിഞ്ഞ സംഭവങ്ങളാണ്. ഭാര്യയുടെ ഭർത്താവ് കാമുകനായ ഒരു മുൻ മന്ത്രിയെ തല്ലിയിട്ട് അതിൻ്റെ പേരിൽ അയാളെ തോൽപ്പിച്ചിട്ടുണ്ടോ? തന്നെ പീഡിപ്പിച്ചു എന്ന് കൊല്ലത്തുള്ള ഒരു MLA-ക്കെതിരെ പരാതി കൊടുത്തിട്ട് അയാളെ തോൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് തോൽപ്പിക്കാത്തിടത്തോളം കാലം അയാൾ MLA ആയിട്ട് തന്നെ തുടരും. ഇവരൊക്കെ MLA ആയിട്ട് തന്നെ തുടരും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യത്തിൻ്റെ രീതി അനുസരിച്ചേ പറ്റുള്ളൂ. പിന്നെ നിവൃത്തികേട് വന്നു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ എല്ലാം തകർന്ന് രാജ്യം സംസ്ഥാനം ഛിന്നഭിന്നമാകും എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അന്നേരം ഇത് ചെയ്യണമെന്നുള്ള കാര്യം ഗവൺമെൻറ് തീരുമാനിക്കണം. അതുവരെ ജനാധിപത്യത്തിൽ ജനവിധിയെ തന്നെ മാനിക്കുന്നതാണ് ഉചിതം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് BJP-യും CPM-ഉം തമ്മിലൊരു രഹസ്യധാരണയുണ്ട് എന്ന പൊതുജന സംസാരത്തെ കുന്നായ്മ കൊണ്ട് പട്ടുടുപ്പിക്കുകയില്ലേ ഈ വാദം? അല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ BJP-യുടെ ശത്രു ആരാണ്? കോൺഗ്രസ് അല്ല, കോൺഗ്രസ് അഖിലേന്ത്യാ അടിസ്ഥാനം. ഞാൻ ചോദിക്കട്ടെ, രണ്ട് കൂട്ടർ ഒരേ കേക്കാണ് പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. അത് CPM-ഉം BJP-യും. കേരളത്തിലെ ആദ്യത്തെ ഹിന്ദു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഏതാണ്? CPM ആണ്. ആ ഹിന്ദു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് തന്നെയല്ലേ BJP-യുടെയും.
അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയും ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ എത്തിപ്പോവുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷെ പിന്നെ ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി BJP-ക്കാരെ കൊല്ലൽ നിർത്തി. ആ ദൗത്യം മറ്റേ PFI-ക്കാർക്ക് കൊടുത്ത കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ അതിനകത്തില്ല. പക്ഷേ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം നിലനിൽക്കുകയല്ലേ? അത് നിലനിൽക്കുകയാണ്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതിൻ്റെ കാരണം എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിന് ഇന്നലെ പാർലമെൻറ്റിൽ മോദി അത് വിശദമായിട്ട് വിശദീകരിച്ചു. കാരണം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ബലി കഴിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളത് പണ്ഡിറ്റ് ജവഹർലാൽ തുടങ്ങി ഇങ്ങോട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജവഹർലാൽ നെഹ്റു ആരാണ്? സെക്കുലറിസ്റ്റാണ് ഇല്ലേ? അതെ, അങ്ങനെയാണൊരു ഇമേജ് അങ്ങനെയാണ്. പക്ഷേ 47 നിയമം ഉണ്ടാക്കിയ സമയത്ത്, ഏത് നിയമം ഉണ്ടാക്കിയത്? വഖഫ് ആക്ട് ഉണ്ടാക്കിയ സമയത്ത് ഇയാൾ എന്താ പറഞ്ഞത്? മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് അത് നിയന്ത്രിക്കപ്പെടുന്നു. ഇതൊരു സെക്കുലറിസ്റ്റിന് ചേർന്നതാണ് അല്ലല്ലോ. പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനാധിപത്യ മറ്റേതല്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഉസ്താദല്ലേ. 16 പുസ്തകങ്ങളാണ് നിരോധിച്ചത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് നാടകം നിരോധിച്ചു. കേരളീയർ ഓർക്കേണ്ടതാണ്. പുള്ളി വലിയ സ്വാതന്ത്ര്യം പറയുമല്ലോ. പിന്നെ വ്യഭിചാര ആരോപണത്തിൻ്റെ പേരിൽ ആർക്കെങ്കിലും ജനം വോട്ട് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനല്ലേ വോട്ട് ചെയ്യാതിരിക്കുന്നത്? സോ ഇൻ കൺക്ലൂഷൻ, നമ്മൾ പിണറായി വിജയനെ ഇനി 26 ഏപ്രിൽ വരെ സഹിക്കണം. അത് വേണ്ടി വരും. ബാക്കി പിന്നെ ജനം തീരുമാനിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.